രാജു എവിടെ? മംഗലാപുരത്തേക്കാന്ന് പറഞ്ഞ് പോയതാണ്. എപ്പോ വരുമെന്ന് അറിയില്ല. മംഗലാപുരത്തേക്കോ? അപ്പൊ അതാണ് കന്നഡ പറയുന്നത്. ഹലോ അമ്മേ, ഞാൻ മംഗലാപുരത്താ. മംഗലാപുരത്തോ? ആ, വണ്ടി അന്വേഷിച്ച് വന്നതാ. നാളെ വരാൻ പറ്റൂ? എങ്ങനെ കണ്ടുപിടിക്കാനാ മോനെ? നോക്കട്ടെ അമ്മേ, ഞാൻ എന്തായാലും അമ്മേനെ നാളെ വിളിക്കാം. അതൊന്നും പറ്റൂല. ഇവിടെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ. നീ വേഗം കയറി ഇങ്ങോട്ട് വരാൻ നോക്ക്. ഹലോ, അവൻ വച്ചു. അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. എൻ്റെ കുഞ്ഞിനൊരു വഴി കാണിച്ചു കൊടുക്കണേ. ഏത് കാലമാടനാണോ അത് കൊണ്ടുപോയത്? ನೀನೆಂತ ಲೆಕ್ಕ ಮಾಡ್ತಾ ಇರೋದು? ಬೇಗ ಕಾಸು ಕೊಡೋಣ. ಕಾಸರಗೋಡಿಂದ ಬಂದಿದ್ದೀನಿ, ಲೇಟ್ ಆಯ್ತು. ಎಂತ ಸಾವ. ತೆಕ್ಕಮಾರೆ 10 ಉಂಟು. ಇದೆಲ್ಲ ಸಾಕಾಗಲ್ಲ. ಎಷ್ಟು ಚೆಕ್ ಪೋಸ್ಟ್ ದಾಟಿ ಬಂದಿದ್ದೀನಿ ಗೊತ್ತಾ? ಕಳ್ಳತನ ಮಾಡಿದ್ದು ಮಾರಬೇಕಾದ್ರೆ ಪೊಲೀಸಿಗೆ ಇಷ್ಟು ಕೊಡಬೇಕು ಗೊತ್ತಾ? ಅದೆಲ್ಲ ನಿಮ್ ರಿಸ್ಕು. ಇನ್ನು ನನ್ನ ಹತ್ರ 3 ಬುಲೆಟ್ ಇದೆ. ನಿಮಗಂತೂ ಕೊಡಲ್ಲ, ಬೇರೆ ಯಾರಿಗಾದ್ರೂ ಕೊಡ್ತೀನಿ ಅಷ್ಟೇ. ಸಾವು ನಿನ್ನ ತೆಕ. ಹೋಗು ಹೋಗು. ಅದು ಅಣ್ಣ ಅಣ್ಣ, ನೀ ಇವಾಗ ಬುಲೆಟ್ ಬಗ್ಗೆ ಹೇಳಿದ್ದಲ್ಲ, ಏನ್ ಬುಲೆಟು? ಯಾವ ಬುಲೆಟು? ಯಾರು ನೀನು? ಹೋಯ್ತಾ ಇರು. ಯಾವ ಇವೆಲ್ಲ സത്യം പറ, നീ ഈ വണ്ടി നാട്ടിൽ നിന്ന് കട്ടതല്ലേ? ಓಯ್, ಏನು ಹೇಳಿದ್ರೆ ಅರ್ಥ ಆಗಲ್ಲ. ಹೋಗ್ತಾ ಇರ್ಬೇಕಷ್ಟೇ. നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ನನ್ನ ಮಗನೇ ಹೊಡೆದು ಸಾಯಿಸ್ಬಿಡ್ತೀನಿ. ಎಲ್ಲಿಗೆ ಬಂದು ಅವರ ನಮ್ಮ ಊರ ಅವರು. ನೀನು ಹೋಗು. ಹೋಗು ನೀನು. കേരളದಿಂದ ಬಂದು ಇಲ್ಲಿ ಆಟ ಆಡೋದಾ? ചോദിച്ചതിന് ഉത്തരം പറയണം. ബോസ് എപ്പോ വരുമെന്ന് എനിക്കറിയില്ല. വണ്ടി മിസ്സായതിനു ശേഷം ബോസ് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എടാ, എനിക്ക് ലഡാക്കിലേക്ക് ട്രിപ്പ് പോകേണ്ടതാ. വണ്ടി ശരിയാക്കാൻ തന്നിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കറങ്ങി നടക്കാം. എന്റെ വണ്ടി എപ്പോ ശരിയാക്കി കിട്ടും അത് പറ. ചേട്ടാ, ഞാൻ ഇത്ര നേരം പറയുന്നത് മനസ്സിലാവണല്ലേ? വണ്ടി വേണമെങ്കിൽ ഞാൻ മോഡിഫൈ ചെയ്ത് തരാം. ലഡാക്കിലോട്ടൊന്നും പോകാൻ പറ്റൂല. പിന്നെ മാക്സിമം തലശ്ശേരി. തലശ്ശേരിയാ? ആ. ബ്ലഡി ഫൂൾ. നീ ശരിയാക്കൊന്നും വേണ്ട. എടാ, രാജുവിന്റെ കഴിവ് അറിഞ്ഞിട്ടാ ടൗണിൽ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ തന്നെ എന്റെ വണ്ടി മോഡിഫൈ ചെയ്യാൻ തന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരും. ഇങ്ങോട്ട് നോക്കണം. അപ്പോഴേക്ക് എന്റെ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം ഇതായിരിക്കില്ല. നീ രാജുവോട് പറഞ്ഞേക്ക്. ആര് പറഞ്ഞെന്ന് പറയണം? ശശി, ലഡാക്ക് ശശി. അവന് പേര് ചോദിക്കാൻ കണ്ട സമയം. കൊള്ളാം, ആശ്വാസായി. പോയി സ്വന്നാലും നീ. എടാ നെടുമ്പാശ്ശേരി, നിന്റെ ബോസിനെ കുറിച്ച് വല്ലവരുണ്ടോ? ബോസിനെ ഞാൻ വിളിച്ചിരുന്നു. ബോസാകെ വിഷമത്തിലാണ്. എന്തൊക്കെയായിരുന്നു? അതോ ബൈക്കിലും തൊടാൻ സമ്മതിക്കായിരുന്നോ എല്ലാവരും കൊണ്ട്? ഇപ്പൊ എന്നിട്ട് എന്തായി? അല്ല, പോലീസ് എന്തായാലും കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോലീസ് ഇപ്പൊ കണ്ടുപിടിക്കും. അതൊക്കെ ഒരു ഓളത്തിന് പറയുന്നല്ലേ. സുകുമാരക്കുറുപ്പിനെ കണ്ടുപിടിക്കുന്നില്ല, പിന്നെ ഓഞ്ഞ ബൈക്ക്. ചേട്ടൻ ഈ ബൈക്കിന്റെ മെക്കാനിക് പരിപാടി എനിക്കൊന്ന് നാട്ടിൽ പോകാൻ. എന്തിന്? ചെറിയൊരു കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു. നിനക്കാ? നീ അതൊക്കെ താങ്ങോ? ചേട്ടാ, ഇതൊന്ന് ഉറപ്പിച്ചിട്ടാണ് എനിക്ക് എങ്ങനെയും ഒന്ന് ദുബായിൽ അളിയന്റെ വർക്ക്ഷോപ്പിൽ പണിക്ക് പോവാൻ. ഓ, അപ്പൊ നിനക്ക് നിന്റെ നാട്ടിൽ പോണേ ബോസ് തരണം. അതെ. ബോസ് തരണേ അവന്റെ ബൈക്ക് കിട്ടണം. അതെ. അതെന്തായാലും കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നാട്ടിൽ പോണേ ഈ കട അടച്ചിടണം. അതെ. അല്ലെ ഈ വർക്ക്ഷോപ്പ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതും അടയ്ക്കണം. അപ്പൊ നമുക്ക് രണ്ടും അങ്ങ് അടച്ചാലോ? അത് അടിപൊളിയാണ്. അങ്ങനെ ഇതും അതുപോലെ അടച്ചിട്ട് നീ അങ്ങനെ കെട്ടണ്ട കേട്ടോ. വാൽറ്റൂവിന്റെ അത്രയുള്ള കെട്ടാൻ നടക്കുന്നു. അത് വേണം നീ ഒരെണ്ണം കഴിച്ചോ. ഹലോ. ആ ബോസേ, ഇവിടെ ആകെ പ്രശ്നമുണ്ടാ. നാട്ടുകാരൊക്കെ ഒന്ന് ആകെ തെറി വിളിക്കാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ബോസ് നാളെ വന്നില്ലെങ്കിൽ ഞാൻ വർക്ക്ഷോപ്പ് തുറക്കില്ലട്ടാ, പൂട്ടിയിടും.